വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. ഇതിന്റെ വൈൻഡപ്പിൽ പ്രൊഡ്യൂസർ ആ സ്റ്റെപ്പ് കാണിക്കണം ധ്രുവന്റെ കൂടെ. എങ്ങനെയാ സ്റ്റെപ്പ് എങ്ങനെയാ? കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ചോദിച്ച് അല്ല നമ്മൾ ഡേറ്റ് മേടിച്ച് കോസ്റ്റ്യൂമിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നീ അഭിനയിക്കണ്ട എന്ന് പെട്ടെന്നൊരു തീരുമാനം വരുമ്പോൾ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകും. ഞാനൊക്കെ പോയിട്ടുണ്ട്. ആ ഡിപ്രഷനിൽ ഞാനും പോയിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ? അതെ. എന്താ ഉണ്ടായത്? പെൺകുട്ടികളുടെ പ്രതികരണം ആ സമയത്തുണ്ടായാൽ പിന്നീട് ആ പെൺകുട്ടികൾക്ക് ഒരു ഭയവും അതൊരു മാറ്റം, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഒരു മനുഷ്യത്വോ അങ്ങനെയൊന്നുമില്ല ഇപ്പോ, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു ചതിയാണ് അല്ലേ? താങ്ങാൻ പറ്റിയില്ല. പക്ഷെ അവസരം മെഡിസിനൊക്കെ എടുക്കേണ്ടി വരും. ആ രീതിയിലേക്ക് നമ്മൾ അത് ഭയങ്കര സങ്കടമല്ലേ. സിനിമയുടെ പേര് പറയണ്ട, ഡയറക്ടറിന്റെ പേര് പറയില്ല, പ്രൊഡ്യൂസർ ആ കഥാപാത്രം ചെയ്ത ആളുടെ പേര് പറഞ്ഞാൽ ഒത്തിരി കഥാപാത്രം ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ കഥാപാത്രം ചെയ്ത നിങ്ങൾ അത് ചൂണ്ടി 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 അവിടുത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നീ സക്സസ് ആണോ, അല്ലെങ്കിൽ നീ വാല്യുബിൾ ആണോ, അല്ലെങ്കിൽ നീ ട്രെൻഡിങ് ആണോ, അല്ലെങ്കിൽ നീ റീച്ചബിൾ ആണോ, എന്നാൽ നിനക്ക് സിനിമ ഉണ്ട്. നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്ര വേണമെന്നൊന്നും ഇല്ലല്ലോ. പോയടാ അരീഷ കയ്യിൽ. എന്റെ കുഴപ്പമില്ല, അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗമാകാനുള്ള ശ്രമം നടക്കും എന്റെ ഇടയ്ക്ക്. ഞാൻ അമ്മയിലില്ലല്ലോ. വണ്ടി കയറുമ്പോന്ന് മാത്രം പറയരുത്, ചിലപ്പോ സിനിമയിൽ വന്നില്ല എന്ന് വരെ കട്ട് ചെയ്ത് കളയും അല്ലേ? അല്ലേന്ന് എന്റെ അടുത്ത് നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികളാണ് ഇപ്പോൾ ഉള്ളത്. 4 പേർക്കും സ്വാഗതം. നിന്റെ പേരെവിടെ? നിന്റെ പേരെവിടെ? എന്റെ പേരെവിടെയോ സ്റ്റുഡിയോയിൽ നിന്ന് ഡബിങ്ങിന് പോയതാ. ഡബിങ്ങിന്? അപ്പൊ നിനക്കോ? എനിക്കും പേരില്ല. നിനക്ക് പേരില്ല? അയാൾക്ക് വയ്യ, സുഖമില്ല. ഈ സിനിമ അഭിനയിച്ചപ്പോൾ സുഖമില്ലാതായതാണോ? ആകെ പ്രൊഡ്യൂസറിന് മാത്രം പേരുണ്ട് ഇവിടെ. പ്രൊഡ്യൂസറിന്റെ പേര് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? വന്നില്ല അല്ലേ? സാറേ നമസ്കാരം. നമസ്കാരം. ഒരു മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനു മുമ്പ് സിനിമ ചേർട്ടുണ്ട്. ഏതൊക്കെയാണ് സാർ? തമിഴിൽ வந்து மின்மினியான ஃபர்ஸ்ட் சேருது. தமிழ் நீங்க கேளுங்க, இவரு தமிழ் தான். தமிழ் மின்மினி படமான ஃபர்ஸ்ட் பண்ணேன். ரெண்டாவது ஆப்ரேஷன் லைலா. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഒന്ന് ചെയ്തിട്ടുണ്ട്, കേട്ട വാർത്ത കെട്ട വാർത്ത. കേട്ട വാർത്ത കെട്ട വാർത്ത. ഫുൾ ബാഡ് വേർഡ്സ് ആണ്. ആ ബാഡ് വേർഡ്സിൽ ഉള്ള ഒരു മീനിങ് ഉണ്ട്. നമ്മളുടെ തമിഴ് പറയാം. ആ ഷോർട്ട് ഫിലിമിന്റെ മെയിൻ ഇത് എന്നാ, நம்ம நாக்கு வந்து கண்ட்ரோல் பண்ணணும். நம்மளோட நாக்காണ്. അനീഷ കേട്ടോ, ആദ്യം നാക്ക് കൺട്രോൾ ചെയ്യണം. കൃത്യമായിട്ടാ പ്രൊഡ്യൂസർ പറഞ്ഞേക്കണം. അത് നിനക്കിട്ട് തന്നെയാന്നുള്ള ആലോചിച്ചോ? മൊത്തം പ്രശ്നം നിനക്കിട്ടുള്ളതാണ് ആ നാക്ക് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞേക്കണം. വർഷങ്ങളായി പരിചയമുള്ള ആളാട്ടോ. நம்ம நாக்கு கண்ட்ரோல் பண்ணலன்னா அதுவே நமக்கு வந்து சாபமா வந்து சேரும். நம்ம லைஃபே ஸ்பாயில் ஆகும். ஸோ அதை பேஸ் பண்ணியாக்கும் அந்த வேர்டு. அதில் நிறைய கெட்ட வார்த்தைலாம் வரும். பட் அதோட மீனிங் என்னன்னு சொல்லிட்டு ஃபைனலாகிட்டு வரும். அது பயங்கர வைரலாக போயிட்டுருக்கு. இந்த யூடியூப் சேனல் போய் பார்த்தா தெரியும். அடுத்தது தமிழ் படம் ஒன்று, அதுவும் போஸ்ட் ப்ரொடக்ஷன் முடிஞ்சு ரிலீஸ்க்கு இருக்குது. 5வது ப்ரொடக்ஷன் മലയാളം. മലയാളത്തിൽ വരെ എൻ്റെ ഒരു താല്പര്യം മലയാളം വേണം. மலையாளம் ஆக்சுவலாக நான் ஃபஸ்ட்டு 2 படம் பண்ண பிறகு 3வது படம் மலையாளம் தான் பண்ணணும்னு இருந்தேன். அதுக்கு ஸ்கிரிப்ட் எனக்கு நல்ல ஸ்கிரிப்ட் கிடைக்கல, வெயிட்டிங்கில் இருந்தேன். அப்போனா அபிஷேக் வந்தாங்க. அபிஷேக்கோட ஸ்கிரிப்டை கேட்டப்போ எனக்கு இഷ്ടപ്പെട്ടു. பிகாஸ் ഈ 4 ഫാമിലിയുടെ സ്ക്രിപ്റ്റ് എപ്പോഴുമേ നമുക്ക് മലയാളത്തിലാണ് ഇങ്ങനെ കിട്ടുന്നത്. അതുകൊണ്ട് ഓക്കെ പറഞ്ഞ് അപ്പോഴാണ് വിത്തിൻ 1 മന്തിൽ എല്ലാം റെഡിയായി. പ്രൊഡ്യൂസറിന്റെ ജീവിതം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കുറെ അവിഹിതമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ ഫ്ലാറ്റിലൊക്കെ. ഇല്ല അങ്ങനെയല്ല. അപ്പൊ ഉണ്ട്. ഇല്ല ചെറുതായിട്ടുണ്ട്. ഇല്ല ഒട്ടുമില്ല. ഹൈദരാക്ക ഒരു വലിയ മനുഷ്യൻ ഇങ്ങനത്തെ ചോദിക്കുക. ഇത് എറിഞ്ഞു കൊടുത്ത് മേടിക്കാൻ അറിയില്ല. അതാണ്
അല്ല അഭിഷേക് എന്നോട് പറഞ്ഞു കുറച്ച് മുമ്പ് ഈ പ്രൊഡ്യൂസറിന്റെ ജീവിതമായിട്ട് കുറച്ച് സാമ്യമുള്ള കഥയായിട്ട് പ്രൊഡ്യൂസർ ഒറ്റയടിക്ക് ഒക്കെ പറഞ്ഞു അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. കഥ പോലും കേൾക്കേണ്ട വന്നില്ല. നല്ല ഫാമിലി കഥ ആയതുകൊണ്ടായിരിക്കാം ഇഷ്ടപ്പെടാൻ കാരണം അല്ലേ. അത് നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഭിഷേക് സ്ക്രിപ്റ്റ് റൈറ്റർ പോയി കഥ പറഞ്ഞപ്പം പ്രൊഡ്യൂസർ പറഞ്ഞ എങ്ങനെയാണ്, ഇനി നീ ഒന്നും ചൊല്ലണ്ട, ഇതെല്ലാം എനക്കോട്ട് തരും. ഇല്ല, ഈ സ്ക്രിപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യறதுக்கு മെയിൻ റീസൺ ഇതിൽ എല്ലാ ഫാമിലിൻ്റെ ഒരു ചെറിയ ഒരു ഷാഡോ ഉണ്ട്. സായലും പറയും തമ്മിൽ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഇരുന്ന് കാണാൻ ചാൻസ് ഉണ്ട്. ஒவ்வொரு ஹஸ்பண்ட் ஒய்ஃபுண்ட விட ஏதேங்க ஒரு ഈ 4 പേരിൽ ഉള്ള പേരിന് ഏതെങ്കിലും ഒരു പേരിന് മാച്ച് ആവും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് നമുക്ക് പബ്ലിക്കിന് ഒന്ന് കൊണ്ടുപോയി റീച്ച് ചെയ്യണം. അതായത് നിറയെ മാക്സിമം എൻ്റെ വൈഫ് ഭാര്യമാങ്ങൾ പറയുന്നത് അവന്മാരുടെ ഉള്ള ജീവൻ അവന്മാരുടെ മനസ്സിൽ ഉള്ള விஷயத்தை படமாட்டி வெளியில் எக்ஸ்போர்ட் பண்ணுறோம். அதான் இல்லை உள்ள விஷயம். അതായിരിക്കും உங்களுக்கு இந்த സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിരിക്കും അല്ലേ ധ്രുവ? പറയൂ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നാക്ക് നന്നായിരിക്കണം. നാക്ക് അത് അനീഷിനെ മാത്രം ഉൾക്കൊള്ളുന്ന നീ ഓർക്കണം, നിനക്കും ഉണ്ട്. പുള്ളി പറഞ്ഞ വാക്കുണ്ട്, അതുകൊണ്ട് അത് ഞാൻ സമ്മതിച്ചു. എങ്ങനെയുണ്ട് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ? എനിക്ക് ഈ സിനിമയുടെ കഥ കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. വെച്ചാൽ നമ്മളിലൊക്കെ ജീവിതമുണ്ട് ഇതിനകത്ത്. ഓരോ ആളുകളുടെയും ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ജീവിതം ഉണ്ടാവും, നമ്മുടെ സ്വന്തം ജീവിതം ഉണ്ടാവും. ആ കഥയിൽ അങ്ങനെയാണ് പോകുന്നത്. ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ഞാൻ ആക്ച്വലി ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് കോൾ വന്നതും കഥ കേൾക്കണതും. കഥ കേട്ടപ്പോൾ ഞാനിതുവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അതാണ് ഞാൻ അത് എടുക്കാൻ കാരണം. അത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കഥ പറയാൻ പറ്റില്ല. അതെ അതെ. പക്ഷേ ഇതിലേതോ മോശപ്പെട്ട ഒരു കഥാപാത്രം ആരോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് അനീഷ് ആയിരിക്കുമെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുകയാണ്. എൻ്റെ കുഴപ്പമല്ല, അനീഷ് കറക്റ്റാണ്. അതെ, സത്യമാണ്. സത്യമാണല്ലേ? ഞാൻ ഇത് കഥ പറഞ്ഞപ്പം എന്താ പറയുക, ഞാൻ കൂടുതൽ ഹ്യൂമർ കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് ഭയങ്കര വ്യത്യസ്തമായിട്ട് ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത സിനിമകളിൽ നിന്ന് ഒരു ബെറ്റർ പെർഫോമൻസ് ഉണ്ട് എന്നാണ് അല്ല, കണ്ടത്. ഞാൻ എന്നോട് പറഞ്ഞ അങ്ങനെയാണ്, അനീഷിന്റെ കഥാപാത്രം ഒരു സൈക്കോയാണ്. മാക്സിമം ഭാര്യയെ ബുദ്ധിമുട്ടിക്കുക, മാക്സിമം പ്രശ്നം ഉണ്ടാക്കുക, ഭാര്യയോട് സ്നേഹം കൊടുക്കില്ല. സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. സ്വന്തം ഭാര്യയുടെ കാര്യം ഞാൻ ചോദിച്ചോ, കഥാപാത്രത്തിന്റെ കാര്യം ചോദിച്ചോ? അല്ല, എനിക്കറിയാം ഈ ചോദ്യം എങ്ങോട്ടാ വരുന്നത്. അല്ല, സത്യമായിട്ട് അല്ല, ഞാനാണ് പറഞ്ഞത് നീ ഭയങ്കര സൈക്കോ ആയിരുന്നു ഈ സിനിമയിൽ. സത്യം, അത് കൃത്യമായിട്ട് എന്നോട് പറയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇത്ര ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ കോമഡികളാണ് കൂടുതൽ ചെയ്തത്. ഈ കഥാപാത്രം ചെയ്യുമ്പോൾ എത്രമാത്രം തൃപ്തരായിരുന്നു താങ്കൾ? ഞാൻ ഇതിലൊരു 100% കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാനറിസം ഒക്കെ അങ്ങനെ പിടിച്ചിട്ട് അത് മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ വരെ ആ ക്യാരക്ടറിൻ്റെ ഒരു മാനറിസം കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രസം ഉണ്ടാവും തന്നെയാണ് തോന്നുന്നത്. ഈ കഥ പറഞ്ഞ ആരാണ്? കഥ അഭിഷേകം ഒന്ന് പറയുകയാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു? കാരണം അഭിഷേകം ഉണ്ടായിരുന്നു, ബ്ലസനും ഉണ്ടായിരുന്നു, ഡയറക്ടറും ആണ്. അഭിഷേകം കൂടെയാണ് എന്നോട് പറഞ്ഞത്. അതിൽ 4 കഥാപാത്രം പറയുകയാണ് ചെയ്ത്. അനീഷിന്റെ കഥാപാത്രം ഇതാണെന്ന് പറയണം. 4 കഥാപാത്രം അനീഷ് സ്വയം തെരഞ്ഞെടുത്താണോ? അല്ല, എൻ്റെ കഥാപാത്രം ആണ് കൂടുതലായിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് രസമുണ്ടായിരുന്നു. അത് രസമുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്താലേ നന്നാവുള്ളൂ എന്ന് അവർക്കും തോന്നി. അങ്ങനെ ഒരു പരിപാടി. പക്ഷെ എനിക്ക് പോസ്റ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഉള്ള പറയാതിരിക്കാൻ നിങ്ങൾ തന്നെ ചെയ്തതിന്. പക്ഷെ എനിക്ക് ഈ പോസ്റ്റർ നമുക്ക് ആ കുടുംബം ഇങ്ങനെ കാണിച്ചേക്കാണ്. ഫ്ലാറ്റിലെ ജീവിതത്തിലെ ആ ജനാലിലുള്ള ആ ഡിസൈനിങ് ഗംഭീരമായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പോസ്റ്ററിന്റെ ഡിസൈനിങ്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കഥാപാത്രങ്ങളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും 4 കുടുംബങ്ങൾ. എല്ലാ കുടുംബത്തിലും ഒരേ കഥ ഉണ്ടാവില്ലല്ലോ. 4 കുടുംബങ്ങളിൽ 4 വ്യത്യസ്ത കഥകൾ. കുറച്ച് സിനിമയൊക്കെ ആയി. ഈ സിനിമയിലൊക്കെ എത്തിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഥാപാത്രമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? നമ്മൾ ഇങ്ങനത്തെ കഥാപാത്രം പ്രതീക്ഷിച്ചില്ല. ഇത് ചെയ്യാൻ പറ്റുമെന്ന് വരെ നമുക്ക് സംശയം ഉണ്ടായ കഥാപാത്രം കിട്ടി. എത്രമാത്രം താങ്കളുടെ കയ്യിൽ ഭദ്രമാണ് ഈ കഥാപാത്രം സ്വയം തോന്നിയ? ഇല്ല, ഞാൻ എൻ്റെ ജീവിത രീതി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്ക് കിട്ടിയ ക്യാരക്ടറും. ഒരു ന്യൂജൻ ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ വരുന്ന കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ന്യൂജൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അത്രമാത്രം ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടിച്ചു പൊളിച്ചുള്ള ജീവിതം അടിച്ചു പൊളിച്ചുള്ള ജീവിതം അല്ലെ, അതാണല്ലോ ന്യൂജൻ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണല്ലോ ഇപ്പൊ ഫാമിലികളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ്. അല്ല നമ്മള് പൂട്ടിയിട്ടാൽ ആ പൂട്ട് പൊളിച്ചു പോകുന്ന കുടുംബങ്ങളിലേക്കാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതെ. നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമല്ലോ. അത് നമ്മളാൽ ക്യാരക്ടറിലൂടെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഈ ജീവിതത്തിൽ കിട്ടിയെന്ന് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. അത് എടുത്തു പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ക്യാരക്ടറിൽ എനിക്കത് കിട്ടിയിട്ടുണ്ട്. വിവാഹം കഴിച്ചാലല്ലോ. അപ്പൊ പിന്നെ ഇത് ഈ രീതിക്ക് തന്നെ ആയിരിക്കും ഇനി വിവാഹവും എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതെ, ഒബ്വിയസ്ലി ആയിരിക്കും. ഉടനെ തന്നെ ഉണ്ടാവും. അതെല്ലാം ഉറപ്പിച്ചു വെച്ചോ. അതെ. ആരാണ് അവരുടെ പേരെന്ന് പറയുന്നത്? ഇതിലൂടെ ആൾക്കാർ അറിയട്ടെ. വിവാഹം ക്ഷണിക്കാൻ നമുക്ക്. രാജീവ് ചെന്നൈ സെറ്റിൽ ആണല്ലേ? മലയാളി തന്നെയാണ്? തമിഴാണ്. അപ്പൊ തമിഴ് എത്ര നാളത്തെ പ്രണയമാണ്? 4 വർഷമായി. 4 വർഷത്തെ പ്രണയമാണ്. എന്നാണ് കല്യാണം? ഈ വരുന്ന നവംബർ എത്രാം തീയതി? അയ്യോ, പറയാം. 25-ാം തീയതി. നവംബർ 20. എവിടെ വെച്ചാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച്. നവംബർ 25-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണമാണ്. രണ്ടുപേരുടെ കല്യാണത്തിൽ ഇപ്പോൾ നമ്മൾ ഔദ്യോഗികമായി ക്ഷണിക്കുന്നു. ക്ഷണിച്ചോട്ടെ. റിസപ്ഷൻ എവിടെ വെച്ചാണ്? ചെന്നൈയില്. ഓ, അത് ഇച്ചിരി കടുപ്പായി. ചെന്നൈയിലേക്ക് പോകണ്ടേ? പ്രൊഡ്യൂസർ എല്ലാവരും എങ്ങനെ അണപ്പങ്ങളാ? എനിക്ക് കന്യാകുമാരി. കന്യാകുമാരിയാ? ഓ, എസ്കേപ്പ് ആയതുണ്ടോ? எஸ்கேப் இல்லை, சென்னையில் எனக்கு தமிழ் படம்லாம் சென்னையில் நான் நடக்கு. ஸோ அங்கேயும் ஆஃபீஸ் இருக்கு, அதனால பண்ணுறேன்னா பண்ணலாம். അല്ല, എന്താ കല്യാണത്തേക്ക് ഇങ്ങനെ എല്ലാവരും അണപ്പങ്ങളാ? വേണമെങ്കിൽ ചെയ്യാന്ന്. கூப்பிட்டா வரலாம். കണ്ടിപ്പാ കൂപ്പിട് ഇവിടെ വെച്ച് തന്നെ വരണം സാർ. ഇനി മറന്നു പോയാലോ അനീഷ? എനിക്ക് എല്ലാരും കല്യാണം വരെ വിളിപ്പിക്കോട്ടെ. നവംബർ ഒന്നുകൂടെ പറയാം, ശരിക്കും പറയാം. നവംബർ 25-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച്, 29-ന് ചെന്നൈയില്. ചെന്നൈയിൽ പറഞ്ഞാൽ മതി. അതെ, ചെന്നൈയിൽ 29. എത്ര മണിക്കാ പാർട്ടി? 6 മണിക്ക്. എവിടെ? റിസപ്ഷൻ? ഞങ്ങള് ഇവിടെ തന്നെ ഫിക്സ് ആക്കല്ലോ ഭഗവാനെ. അപ്പം 4 വർഷത്തെ പ്രണയം നമ്മൾ ജീവിതത്തിലേക്ക് തിരികെയാണ്. പക്ഷെ ഈ സിനിമയിലെ കഥാപാത്രവും ഇപ്പൊ പ്രണയിച്ച ആളുടെ കഥാപാത്രമായിട്ട് എങ്ങനെയാണ്? എനിക്ക് ഒരേപോലെയാണ് ഫീൽ ആവുന്നത്. അതല്ലേ? അതെ, എനിക്ക് അത്ര ഡിഫറൻസ് ഒന്നും ഇല്ല. ഇത് 4 ഫാമിലി 4 തലത്തിലുള്ള കഥകളാണ് പറയുന്നതെങ്കിലും ഇതെനിക്ക് ഒന്നുകൂടെ ഇപ്പോൾ ന്യൂജൻ ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന ഒരു 2 ക്യാരക്ടേഴ്സാണ്. അഭിഷേകാണ് എൻ്റെ പേര് വരുന്നത്. സോ രണ്ടുപേരും ഏകദേശം ഇപ്പോഴത്തെ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് തന്നെയാണ് ആ 2 ക്യാരക്ടേഴ്സ്. പ്ലസ് ഈ 4 ഈ സൊസൈറ്റിയിലുള്ള 4 തലത്തിലുള്ള 4 ഫാമിലീസിൻ്റെ കഥ. അല്ല, അഭിഷേകാണ് പേര് എന്ന് പറയുമ്പോൾ അഭിഷേകിനകത്ത് പാർട്ടിസിൽ ഷർട്ടൊക്കെ ഇടാതെ നടക്കണ്ടേ? അതെ അതെ. ഭാവി വരണം അങ്ങനെയൊക്കെയാണോ? ജിമ്മൊക്കെ ആയിട്ട് സോങ്ങിലൊക്കെ അല്ലേ കാര്യങ്ങൾ പറയാ? സോങ്ങിലൊക്കെ അല്ലേ? നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷർട്ട് വേണമെന്നൊന്നും ഇല്ലല്ലോ. അതില്ല. അല്ല, അപ്പൊ പോയടാ അനീഷ കയ്യിന്ന്. എന്റെ കുഴപ്പമില്ല അനീഷ. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ കുട്ടികളൊന്നും പറയുള്ളൂ. ഒന്നും മടിക്കില്ല. ഞാൻ ഇല്ലത്തിൽ ഇങ്ങനെയൊന്നും വരില്ലാന്ന് ഞാൻ ഓർത്തത്. പക്ഷെ ഞാൻ പുതിയ വാക്കുകളൊക്കെ ഇപ്പൊ കേൾക്കണം. എൻ്റെ ഇളയ മോൻ വന്നിട്ട് തന്നെ മെസ്സി ഒരു നോബാന്ന്. എൻ്റെ അർത്ഥം മനസ്സിലായില്ല. നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കക്കാര് കളിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരാളാണെന്ന്. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവരെ സംസാരമൊക്കെ. ചില വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇച്ചിരി പഴയതാ. പ്രണയിക്കണ 4 വർഷം മുമ്പ് ന്യൂജനായിരുന്നു. അല്ലല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ പോകുന്നത്. സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരുത്തുന്നില്ലായോ? അങ്ങനെ തന്നെ പോണം. അതാണ് ജീവിതം. നമ്മൾ പരസ്പരം അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു ഫലം കാണുകയുള്ളൂ. ആ യാത്രയ്ക്ക് സുഖം ഉണ്ടാവുള്ളൂ. അത് ദീർഘായുസ് ഉണ്ടാകട്ടെ. കല്യാണ ദിവസവും നിങ്ങളുടെ ജീവിതം എൻജോയ്മെൻ്റ് ആകട്ടെ. നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. എല്ലാ പ്രാർത്ഥനയും എൻ്റെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. അതെ, അനുഗ്രഹം കിട്ടിയാൽ മതി. ഫസ്റ്റ് അനുഗ്രഹം. ഇല്ല, ഞാൻ വേറെ തരത്തിലേക്ക് വളച്ചൊടിച്ചില്ല. നല്ല അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നീ അങ്ങനെ കൊണ്ടുപോകണ എങ്ങനെയാണ്? നീ റൂട്ട് മാറ്റി കൊണ്ടുപോകണ എന്താന്ന് വെച്ചാൽ ഇതൊക്കെയാണിത്. ആളാരാ നോക്കണം. നല്ല അനുഗ്രഹം കൊടുത്തത്. അതെ, മോശമില്ല. ഫസ്റ്റ് അനുഗ്രഹം. എൻ്റെ വാട്സാപ്പ് നമ്പർ എനിക്ക് വെഡിങ് കാർഡ് ഒന്ന് അയക്കണം. മറന്നു പോകാതിരിക്കണം. എനിക്ക് വരണോണ്ട് എന്തായാലും ഇനി എങ്ങനെ പിടിക്കാതെ പോയാൽ അനീഷ് പോകേണ്ടി എന്നെ കൂട്ടണം. ശരി, നമുക്ക് ഒരുമിച്ച് പോകാം. ഇവിടെ ഈ പറഞ്ഞ പോലെയാണ് ആളുകളല്ലേ. ആളുകളുടെ ഒരു വ്യത്യാസമാണ്. ഇപ്പം കുട്ടി പറഞ്ഞ പോലെ ഒരു പ്രണയം അല്ലേ, 4 വർഷം നീണ്ടിരുന്ന പ്രണയം വിവാഹത്തിലേക്ക് വന്നു. പക്ഷേ ഈ കഥാപാത്രം അവർ അതുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്തു എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ കഥാപാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇത് ആക്ച്വലി കുറച്ച് റിലേറ്റ് ചെയ്യാം. കാരണം ഒരു നാട്ടിൻ പ്രദേശത്തുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാനും ഒരു നാട്ടിൻ പ്രദേശംകാരനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സാധനം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ നാട്ടിൻ പ്രദേശത്തിൻ്റെ ഒരു കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലാങ്,
അതൊക്കെ കുറച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ക്യാരക്ടറിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. കുറേ സിനിമകളായി ഇടയ്ക്ക് സിനിമയിൽ നിന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ എന്താണ് സംഭവിച്ചത് ജീവിതത്തിൽ? അത് സംഭവിക്കണത് സിനിമ വരണം. സിനിമ വരുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ ഒബിയസ്ലി നമ്മൾ ചെയ്യും. കിട്ടണം, സിനിമ അല്ല, കിട്ടണം. മമ്മൂക്കയുടെ കൂടെ അങ്ങനെയൊക്കെ വന്ന് നിന്ന ഒരു കഥാപാത്രങ്ങൾ പിന്നീട് ചില സമയങ്ങളിൽ സിനിമകൾ ഇല്ലാതെയാവുന്നു. ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെയൊക്കെ സംശയം എന്താണ്, മാറ്റി നിർത്തപ്പെടുന്നതാണോ, സിനിമ കിട്ടാതെ വരുന്നതാണോ? ഒരു ചോദ്യം ഒരു പ്രേക്ഷകൻ, ഒരു ആങ്കർ എന്നില്ല, പ്രേക്ഷകൻ എന്നില്ല എൻ്റെ ഒരു ഇതേ ഡൗട്ട്. ചോദ്യം എൻ്റെ മനസ്സിൽ എനിക്കുണ്ട്, എന്തുകൊണ്ടാണ്. അപ്പം ഞാൻ വിചാരിക്കണത് എൻ്റെ ചിലപ്പോൾ ആക്ടിങ്ങിൻ്റെ സ്കിൽസിൻ്റെ കമ്മിയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇങ്ങനെയായിരിക്കാം. ഇങ്ങനെയൊക്കെ പലതും വിചാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിൻ്റേതായ എനിക്ക് മാറ്റാൻ പറ്റുന്ന എൻ്റെ ആക്ടിങ് സ്കിൽസും കാര്യങ്ങളും ഞാൻ പ്രോപ്പറായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എൻ്റെ ടൈമും എൻ്റെ എല്ലാം അതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. ആക്ടിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യായിരിക്കും, അതിനൊന്നും മാറ്റി നിർത്തില്ല. അതെനിക്കറിയാം. രണ്ടു കാരണം, എൻ്റെ ആക്ടിങ്ങിൻ്റെ ആകാം, എൻ്റെ സ്വഭാവത്തിൻ്റെ ആകാം എന്നൊക്കെ പറയുന്നു. സ്വഭാവത്തിൽ എന്തെങ്കിലും നമ്മൾ ലൊക്കേഷനിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറില്ല. ഞാൻ ചോദിച്ചാണ്. അതിപ്പോ ഇവരാണ് പറയേണ്ടത് എന്തെങ്കിലും പ്രശ്നം. ഞാൻ ധ്രുവിനെ കണ്ടു, ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഭയങ്കര സൗഹൃദം ഉള്ളൊരു. അല്ല, ഞാൻ എത്ര വർഷത്തെ സൗഹൃദമാണെന്നോ, എവിടെ വെച്ചിട്ടുണ്ടാലും ഞങ്ങൾ സംബന്ധിച്ചു. ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്കാടെ സിനിമയുടെ ഇന്റർവ്യൂ പിന്നീട് സിനിമകൾ പ്ലാൻ ചെയ്യുമ്പോഴും ഞങ്ങൾ ധ്രുവിന്റെ പേരാണ് പറയുന്നത്. കാരണം ഒരു സിനിമ നടന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും അവനുണ്ട്. ഒരു റഹ്മാന്റെ കട്ടുണ്ട്, പല സൈഡിൽ പല 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 രീതി അവന്റെ മുഖത്ത് ഉണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇപ്പം ഞങ്ങളായിരുന്നു കുറച്ച് കോമ്പിനേഷൻ. അതിൽ നമുക്ക് കൂടെ അഭിനയിക്കുമ്പോൾ അറിയാം ടാലന്റ് എത്രത്തോളം ഉണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യല്ലേ. പക്ഷെ ഒരു കൂട്ടുകെട്ടിൽ പെടേണ്ടതായി വരുന്നുണ്ട് ഒരു സിനിമയ്ക്ക്. നമുക്ക് നല്ല കഥാപാത്രം അത് വേണം, അതും വേണം തോന്നുന്നു അറിയുന്നില്ല. അത്തരം ഒരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താ സിനിമ ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്കതൊരു ക്യാരക്ടർ ഉണ്ടാവും. പിന്നെ ആ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം മറ്റുള്ളവർ ഒന്ന് റിയലൈസ് ചെയ്യും. ഇപ്പം എൻ്റെയൊക്കെ സൗഹൃദത്തിൽ സിനിമകൾ ഉണ്ടാവുന്നില്ല. ഇപ്പം അവർ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും, പക്ഷേ സിനിമകൾ ഉണ്ടാവുന്നില്ല. അങ്ങനെയാണല്ലോ, ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയോ. അത് അങ്ങനെയാണ് നടക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിൽ വന്ന് പിന്നെ ടക്ക് 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 പിന്നെ അടുത്ത പടങ്ങളായി. അപ്പോൾ അതാണ് അതൊരു സിനിമേൻ്റെ ഒരു നമ്മൾ ആ കൂട്ടുകെട്ടിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുകെട്ട് ഉണ്ടാവുന്നതാണ്. അത് ഒരിക്കലും നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി ചെയ്യുന്നതല്ല. സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ബ്ലസ്സനായിക്കോട്ടെ, ഷിജിലേട്ടനുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു സൗഹൃദം പെട്ടെന്ന് ഉണ്ടാവുകയാണ്. ആ സൗഹൃദങ്ങളിൽ നിന്ന് തന്നെയാണ് സിനിമ ഉണ്ടാകുന്നത്. ഉല്ലാസുണ്ട്, പിന്നെ ക്യാമറമാൻ റോണിച്ചേട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ആ സൗഹൃദം, ഇനി അവരടുത്ത സിനിമ ഉണ്ടാവണം. ഇപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഷ്യ അടുത്ത പടം ഉണ്ട്, അതിന് നീ എന്തായാലും ഉണ്ടാവും, നീ എന്തായാലും അടുത്ത നടക്കണം. നടക്കാതിരുന്ന് ഡിലേ ആകുമ്പോഴാണ് ധ്രുവനൊന്നും അവിടെ എത്താൻ പറ്റുന്നില്ല. ആ കൂട്ടുകെട്ടിൽ ഇതുവരെ കൂട്ടുകെട്ടിൽ അനീഷിനെ സംബന്ധിച്ചും ഒത്തിരി ബന്ധങ്ങൾ വേറെ. അതെ. അതാണ്, അനീഷിന് ഒത്തിരി ബന്ധങ്ങൾ വേറെ ഉണ്ട്. സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ സിനിമയായിട്ട് എപ്പോഴും നിൽക്കുന്നു. നടന്ന നിലയല്ല, സിനിമയ്ക്ക് വേണ്ടി തന്നെ നിൽക്കുന്ന അനീഷിന് ആ ബന്ധങ്ങളുണ്ട്. പക്ഷെ ധ്രുവൻ അവിടെ എത്താൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം വലുതായിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി തോന്നി. മനസ്സിലായി. അതെങ്ങനെ എത്തും എന്നുള്ളത് എനിക്കും അറിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ അതൊരു ബോറായിരിക്കും എന്നാണ് എൻ്റെ. അതൊരു ബന്ധം പ്രോപ്പർ ആയിരിക്കില്ല. അല്ലാതെ ഇപ്പം നമ്മളുള്ള ബന്ധം, അത് നമ്മളൊരു കൂട്ടുകെട്ടിന് വേണ്ടിയിട്ടോ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ല. നമ്മളുള്ള ബന്ധം അത് ലോങ് ലാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കിട്ടണം. കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡിജോൻ്റെ പടങ്ങളിലാണെങ്കിൽ ഡിജോൻ്റെ പടത്തിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും. പടത്തിലാണ് എപ്പോഴും ഒരു കഥാപാത്രം എന്നും ഡിജോനോട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അതെപ്പോഴും ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടാവും, അതൊരു വിശ്വാസമാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞ ഇപ്പം എനിക്ക് ഈ ടീമിന് കിട്ടിയപ്പോൾ ഇവരും അടുത്ത പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര സന്തോഷം. പക്ഷെ നടക്കണ്ടേ, ഒരു പ്രൊജക്റ്റ് ഓണായി വരിക ഒരുപാട് അല്ലേ? ഒരുപാട് തന്ന വേഷങ്ങൾ പിന്നീട് കട്ടായി പോയിട്ടുണ്ട്. അതുമുണ്ട്. അത് ഒരുപാട്. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയിൽ തന്നെ കുറച്ച് ക്യാരക്ടർ, ചില ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ കട്ടായിപ്പോയി. അല്ല, അങ്ങനെയല്ല വെച്ച് നമ്മളെ കാസ്റ്റ് ചെയ്തിട്ട് വേണ്ട, ധ്രുവം വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതിൻ്റെ കാരണം തേടിയിട്ടുണ്ടോ? കാരണം തേടാൻ പോയിട്ടില്ല. കാരണം അങ്ങനെ ഒരാളും തുറന്ന് പറയില്ല ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത്. അങ്ങനെ പറയണമെങ്കിൽ അത് സുഹൃത്തുക്കളാവണം. ആ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്ന സിനിമ, ഇപ്പോൾ അടി എന്നുള്ളൊരു സിനിമ ഞാൻ ചെയ്തത് സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ്. അപ്പോൾ അത് സുഹൃത്തുക്കൾ ഇരുന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് എന്നാൽ ഇവനെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം
എന്ന് അവിടെ വരുമ്പോഴാണ് എനിക്കൊരു ക്യാരക്ടർ കിട്ടിയതും അത് ചെയ്യാൻ പറ്റിയതും. അതേപോലെയുള്ള സുഹൃത്ത് ഇപ്പോൾ ഈ ഗ്യാങ്ങിൽ തന്നെ എനിക്ക് ഒരുപാട് പേര്, ഇപ്പോൾ പ്രൊഡ്യൂസർ ആണെങ്കിലും ഇവരെല്ലാവരും ആണെങ്കിലും നമ്മുടെ എല്ലാവരും ആണെങ്കിലും ഇവർ സപ്പോർട്ട് ചെയ്യണത് അടുത്ത പടം ഉണ്ട് നമുക്ക് ചെയ്യാം, അത് എപ്പോ എന്നുള്ളത് മാത്രമേ ഒരു അങ്ങനെയെങ്കിലും പറയാൻ ഇവര് മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. അതെ അതെ തീർച്ചയായും അല്ലേ? അതെ, അങ്ങനെ കാണിക്കുന്ന മനസ്സാലോ ഏറ്റവും വലുത്. അവർക്കുണ്ടാകാനുള്ള പ്രാർത്ഥന നമ്മുടെയും കൂടുമല്ലേ? അതെ അല്ലേ? അവന്റെ ക്യാരക്ടർ തന്നെയാണല്ലോ നമുക്ക് അവനോട് അടുപ്പിക്കുന്നത്. അതെ അതെ അതെ. അതുകൊണ്ടൊന്നല്ല സിനിമ കിട്ടാതിരിക്കും. എനിക്ക് തോന്നുന്നു കാലഘട്ടങ്ങൾ മാറി, എല്ലാം നമ്മളെ റീൽസിലേക്ക് മാറി വന്നു. ഇപ്പോൾ റീൽസിലുള്ള താരങ്ങളെയാണ് കൂടുതൽ ആവശ്യം. പണ്ട് സിനിമകളിലൂടെ ആയിരുന്നു ആളുകൾ കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ റീൽസ് എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഇനി റീൽസ് ചെയ്യണം. അത് ഞാൻ സത്യം പറയാം, ചെയ്തോണ്ടേ ഇരിക്കുക. ആളുകളെ മുന്നിലേക്ക് എന്തെങ്കിലും ക്യാരക്ടറായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ തുടങ്ങാൻ പോവാം ഇഷ്ടം പരിപാടികൾ. എന്തിനാ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണത്? അത് നല്ലൊരു പ്രൊമോഷനായി വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം ആളുകൾ കാണണം, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അത് നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ കാണിക്കാലോ. അതിനൊന്നും ഇത് മിനി സ്ക്രീൻ അല്ലല്ലോ ശരിക്കും ഇപ്പം മൊബൈലിലാണല്ലോ എല്ലാം. സിനിമ പോലും മൊബൈൽ കാണുന്ന കാലഘട്ടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം അത് റീൽസിലേക്ക് പോകണമെന്ന് ഇപ്പോൾ സിനിമേനെയും ബാധിച്ചിട്ടുണ്ട് അത്. കാരണം റീൽസ് ഇപ്പോൾ ഒരു 60 സെക്കൻഡിൻ്റെ ഉള്ളിൽ അടുത്ത റീൽസ് ഫാസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സിനിമയാണെങ്കിലും ഇതേപോലെ ലാഗുള്ള സിനിമയാണെങ്കിൽ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റണില്ല. കാരണം ഫാസ്റ്റ് ആവണം. കാരണം അവരുടെ ഓൾറെഡി പ്രോസസ്സ്, ഡെയിലി പ്രോസസ്സ് ഫാസ്റ്റാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമ ഫാസ്റ്റ് കുറയുമ്പോൾ അതൊരു പ്രശ്നം വരുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഭയങ്കര ഫാസ്റ്റാണ്. ആൾക്കാർ എപ്പോഴും ഫാസ്റ്റായിട്ടാണ്. മാറ്റി നിർത്തപ്പെട്ടവരോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ എന്നെ കാസ്റ്റായിട്ട് മാറ്റിയത് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരോടെങ്കിലും? ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അവരെന്താണ് മറുപടി? പല പല മറുപടികളാണ്. അത് നിനക്ക് നമുക്ക് ഏറ്റവും ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിൽ ഭയങ്കര ഭാരമായി ആ മറുപടി എന്തായിരുന്നു? പേര് പറയണ്ട, പറഞ്ഞാൽ അത് ആ ക്യാരക്ടർ ഓരോരുത്തരും ഒഴിവുകേടുകളാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ആയിരിക്കുന്നത്. കാരണം എവിടെ നമ്മൾ ചാൻസ് ചോദിക്കുമ്പോഴും അത് നിനക്ക് പറ്റണതല്ലടാ, അല്ലെങ്കിൽ അത് വേറെ നിന്റെ ഏജിന് പറ്റണതല്ല. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ചോദിച്ച് നമ്മൾ ഡേറ്റ് മേടിച്ച് കോസ്റ്റ്യൂമിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നീ അഭിനയിക്കണ്ട എന്ന് പെട്ടെന്നൊരു തീരുമാനം വരുമ്പോൾ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകും. ഞാനൊക്കെ പോയിട്ടുണ്ട്. ആ ഡിപ്രഷനിൽ ഞാനും പോയിട്ടുണ്ട്. ഭയങ്കര വേദനയാണ്. ഭയങ്കര, അത് നിങ്ങൾക്കും അറിയാം അല്ലേ? ആ സമയത്ത് കാലഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചതിയാണ് അല്ലേ? അറിയില്ല. അല്ല, അത്രയും ബന്ധങ്ങൾ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ഇത്രയും എത്തിക്കുന്നവർ. എന്നിട്ടാണല്ലോ ഈ പണി ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴേ എത്ര ആലോചിച്ചാലും എനിക്ക് തോന്നുന്നുണ്ട്. കോഴിക്കോട് അനീഷൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് പുള്ളി സിനിമയിൽ ഹൈപ്പിൽ നിൽക്കുമ്പോൾ ഒരു സംവിധായകൻ്റെ വീട്ടിൽ പോയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വിട്ട് സംവിധാനം ഇറക്കി വിട്ട ഒരു എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. സംവിധായകൻ അറിയപ്പെടുന്നത് സംവിധായകനാണ്. അത് പുള്ളി വേഷം ചോദിച്ചു പറഞ്ഞു. പുള്ളി അപ്പം ഹിറ്റ് അടിച്ചിരിക്കുന്ന ഒരു സിനിമയുണ്ട്, അതുപോലും കാണാതെ പുള്ളീനെ സ്റ്റെപ്പിൽ നിന്നും ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അതൊക്കെ ഒരു അനുഭവം എന്ന് ആലോചിച്ച് ഒരു കലാകാരനാണ്. പക്ഷേ സിനിമ അങ്ങനെയാ തോന്നുന്നു. എനിക്ക് മനസ്സിലായത്തോളം ഒരു മനുഷ്യത്വോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരിക്കാം, എനിക്കറിയുന്നില്ല. പക്ഷെ ഞാൻ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നിയിരിക്കുന്നത്, നീ സക്സസ് ആണോ, അല്ലെങ്കിൽ നീ വാല്യുബിൾ ആണോ, അല്ലെങ്കിൽ നീ ട്രെൻഡിങ് ആണോ, അല്ലെങ്കിൽ നീ റീച്ചബിൾ ആണോ, എന്നാൽ നിനക്ക് സിനിമ ഉണ്ട്, അല്ലെങ്കിൽ അതുണ്ട്, ഇതുണ്ട്. അതെ, ആയിരിക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നോക്കിയിട്ടാണ് ചിലപ്പോൾ ഇത് കിട്ടുന്നതൊക്കെ. കാരണം അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ബിസിനസ് തരത്തിൽ ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണ്. കാരണം അവർക്ക് മാക്സിമം റീച്ചാണ് അവർ നോക്കുക. ഇപ്പോൾ പ്രൊഡ്യൂസർ ഇരിക്കുമ്പോൾ തന്നെയല്ലേ പറയണത്. കാരണം പ്രൊഡ്യൂസർ നോക്കുമ്പോൾ ഇവന് എത്ര റീച്ച് ഉണ്ട്, ഇവനെ വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് കാണും, ഇവനെ ആൾക്കാർ കയറുമോ, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും അവരും കാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? ഇല്ല, ആക്ച്വലാ ഞാൻ ഒരു വിഷയം പറയാം. ഇപ്പോൾ ഈ വിവാഹ പടത്തിൽ എൻ്റെ ഒരു ഇതിനെ ഞാൻ പറയണമെങ്കിൽ പുള്ളിയുടെ ஒரு இது ஹைலைட் வந்துட்டு. அதாவது யாருக்கு எப்போ ரீச் ஆகும் அப்படின்னு சொன்னால் எல்லாரும் சின்சியரான நடிக்கிறாங்க. ஃபுல்லு இன்வால்வ் ஆகுறது வந்து சின்சியரான இருக்குது. அது ஏன் மக்கள்கிட்ட போய் ரீச் ஆகலான்னா எதாட்டி ஒரு சீன் இல்லைங்க எதாட்டி ஒரு ஸ்டெப்பு ஹைலைட் ஆகணும். ஹைலைட் ஆகி பப்ளிக்கு ரீச் ஆச்சுன்னா பின்ன அவங்க வந்து ஃபேமஸ் ஆயிடுவாங்க. ஸோ അതാണ് ദുരന്ത ഇത് മിസ്സിങ്ങാണ്ട് ഇരുന്നത്. പക്ഷേ ഈ പടത്തിൽ ഒരു ഹൈലൈറ്റ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ പറയാം, ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട്, അതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. പ്രൊഡ്യൂസറിന്റെ മനസ്സിൽ ആ സ്റ്റെപ്പാണ് ഓർമ്മ. അതൊരിക്കലും പ്രൊഡ്യൂസർമാർക്കില്ല. ഇല്ല, ആ സ്റ്റെപ്പ് ഞാൻ പറയുന്നത്
ഡുർവൻ ഇതിനു മുമ്പ് അത്ര ഡാൻസ് ചെയ്തിട്ടില്ല. അപ്പോ അത് സ്റ്റെപ്പ് ഡുർവൻ ചെയ്തിട്ടുണ്ടാണ് ഭയങ്കര ഇറാറ്റി ഉള്ളത്. അതാണ് ഡുർവന്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പൊ നമുക്ക് ഈ പടം റിലീസായ ശേഷം മേ ബി ഡുർവന്റെ സ്റ്റൈൽ ഇപ്പൊ വേറെ നിങ്ങൾ പറഞ്ഞ പോലെ നാണോ ഇല്ല നല്ല ഒരു ഡാൻസ് മാസ്റ്റർ വേണമെങ്കിൽ സ്റ്റെപ്പ് ചെയ്താൽ ഹൈലൈറ്റ് ആവില്ല. അതാണ് എസ്കേപ്പ് ആവാൻ വേണ്ടി പറയല്ലോ കേട്ടോ. ഇല്ല പ്രൊഡ്യൂസർ ചെയ്താലും ഓക്കെ ആവും. ഇല്ല എനിക്ക് സ്റ്റെപ്പ് ഓർമ്മയില്ല. ഡുർവൻ ഇപ്പൊ വേണമെങ്കിൽ ചേരാ ഹൈലൈറ്റ് ആവും, ഡബിളായിട്ട് ഹൈലൈറ്റ് ആവും. ഇപ്പൊ ഇവിടെ ചെയ്താ പ്രൊഡ്യൂസറോട് കൂടി ഇല്ല എനിക്ക് പ്രൊഡ്യൂസർ കൂടണം അതിനകത്ത്. ഇതിന്റെ വൈൻഡപ്പിൽ പ്രൊഡ്യൂസർ ആ സ്റ്റെപ്പ് കാണിക്കണം ധ്രുവന്റെ കൂടെ. ഇല്ല അത് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഡാൻസ് മാസ്റ്റർ വരാൻ പറയുന്നു. ഡാൻസ് മാസ്റ്റർ ഉണ്ടോ? നീ ഒന്ന് ഡാൻസ് മാസ്റ്റർ ആയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ആക്ഷൻ കട്ട് നീ പറഞ്ഞാൽ മതി. അവൻ ആക്ഷൻ കട്ട് പറയും. എന്തായാലും വേണം എനിക്ക്. വൈൻഡപ്പിൽ മതി, ഇപ്പൊ വേണ്ട. മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തോ? അല്ല അതിന്റെ സ്റ്റെപ്പിന്റെ ഇതാണ് പറയുന്നത്. അതേപോലെ ഈ പടത്തില് 4 കഥാപാത്രം ഉണ്ടല്ല, അതിൽ ഫേമസ് ആയിട്ട് ഉള്ള ഒവ്വൊരാളും ഒവ്വൊരു ഇതാണ് ഹൈലൈറ്റ്. എൻ്റെ ഇരുന്ന് പറയാം, അനീഷിന്റെ കഥാപാത്രം നല്ല ഒരു റീച്ച് കിട്ടും. നല്ല ഒരു ഡിഫറെൻ്റ് ആണ്. പെട്ടെന്ന് ഫാമിലിയിൽ പോയി റീച്ച് ആവുന്ന ഒരു ക്യാരക്ടറാണ് അനീഷിന്റെ ഇത്. അതിൽ എല്ലാം ഉണ്ട്, സൈക്കോ പറഞ്ഞറും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ 2 ഇരുന്ന് ഇപ്പോൾ ഓവറാളും ഓവർ ഹൈലൈറ്റും പറയുന്നപ്പോൾ അനീഷിന്റെ ഹൈലൈറ്റ് അവിടെ കിട്ടുന്നത്. പിന്നെ ആ ഡാൻസ് സ്റ്റെപ്പ് ഇത് ഡുർവന് കിട്ടുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം ധ്യാൻ ചേട്ടൻ എന്താണ് എല്ലാവർക്കും അറിയാം എങ്ങനെയായിട്ടാണ്. അതേപോലെ യുവന്മാരുടെ ഫെയർ അഭിഷേകിന് ഇരുന്ന് അത് ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് ആയിട്ട് ഉള്ള ആൾക്കാർ എല്ലാവരും നോർമലായി சொல்ல போனால் எல்லாரும் ஆசைப்படுறது. அபிஷேக்கும் இயாளுடைய உள்ள பேர் இருக்குன்னு அது எல்லா ஃபேமிலியிலும் எல்லா ஹஸ்பண்ட் ஒய்ஃபும் எதிர்பார்க்குற ஒரு பேராണ്. അങ്ങനത്തെ ഒരു ലൈഫിനെ വേണമെന്ന് ആശപ്പെടുறாரு. പക്ഷെ അത് കിട്ടൂല. അതാണ് എന്നിട്ടുള്ള ജീവിതത്തിൽ അത് കിട്ടിയിരിക്കുക. ആശപ്പെട്ടത് കിട്ടുക. ആശപ്പെട്ട എല്ലാം കിടച്ചിട്ടാണ് കടവുള് മറந்துடுவோம்ல. കറക്റ്റാ. അതുകൊണ്ട് കിട്ടാത്ത ഇരിക്കുന്നവർക്ക് കടവുളെ നനപ്പോ എല്ലാം കിടച്ചിട്ടാണ് കടവുളെ മറந்துடும். മനസ്സിലായല്ലോ എപ്പോഴും കേട്ടോ. ദൈവം മറക്കല്ലോ കേട്ടോ. മനസ്സിലായല്ലോ. ഓ എന്റെ പൊന്നെ സമ്മതിച്ചു മുട്ടായി. കടവളെ നീ മറന്നിട്ടില്ല. ആ ഡാൻസ് ഇവിടെ കളിക്കും നമ്മള്. അത് വേറെ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് പറയില്ല. ഏറ്റവും ഫീൽ ചെയ്ത ആ മാറ്റി നിർത്തപ്പെട്ട പറഞ്ഞ ആളുടെ പേര് പറയാം. എന്തായിരുന്നു പറഞ്ഞത്? ഇല്ല അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതിൽ പലതും കേട്ടായിരുന്നു. അഭിനയം മോശമാണ്, അങ്ങനെ പിന്നെ സ്വഭാവം നന്നല്ല. അപ്പം അതൊക്കെയാണ് എൻ്റെ ട്രോമ. ഐ മീൻ ഞാൻ ഇനി എന്തൊക്കെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. അല്ലെ സ്വഭാവം നല്ലതല്ല എന്നോട് തുടക്കത്തിലും പറയുന്നുണ്ട്. എന്റെ സ്വഭാവം ഇതൊക്കെ എൻ്റെ ട്രോമയാണ്. അതെ അതെ. അപ്പോൾ അവിടെയും പറയുന്നു എൻ്റെ അഭിനയം കൊള്ളില്ല, സ്വഭാവം കൊള്ളില്ല. അതെന്താന്ന് നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തിങ്ക് ചെയ്യാറുണ്ട്, ഒരുപാട് തിങ്ക് ചെയ്യാറുണ്ട്. ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് വിഷമം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടാണോ. അപ്പം പലതും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഓരോ സെറ്റിൽ പോയാലും ഇപ്പോൾ നമ്മുടെ ഈ സെറ്റിൽ തന്നെ ഞാൻ ആവശ്യമില്ലാത്തൊരു വാക്കോ ആവശ്യമില്ലാത്ത ഒരാളെ ഇതിന് വേദനിപ്പിച്ചിട്ടോ ഇല്ല. ഞാനായിട്ട് ചെയ്തിട്ടില്ല. ഇനി എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എല്ലാവരുടെ അടുത്തും നന്നായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളൂ, നല്ല രീതിക്ക് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ വല്ലാതെ മേത്തിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി ഞാൻ റിയാക്ട് ചെയ്ത് പോകും. അത് ഉറപ്പാണ്. അത് എല്ലാവരുടെയും നേച്ചർ പോലെ തന്നെ റിയാക്ട് ചെയ്ത് പോകും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് സിനിമയിലും എല്ലാ സിനിമയിലും ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ കയറുമ്പോൾ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ രീതികളോ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അനീഷ് പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ ഒരു മാനസികാവസ്ഥ ഉണ്ട്. നമ്മൾ വേറെ സിനിമ പോയി കാണും ചിലപ്പോൾ. ഉറപ്പായിട്ടും അല്ലേ? ചിലപ്പോൾ സൗഹൃദത്തിലുള്ള സിനിമ പോയി കാണും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. താങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അവസരം മെഡിസിനൊക്കെ എടുക്കേണ്ടി വന്നു. ആ രീതിയിലേക്ക് നമ്മൾ അത് ഭയങ്കര സങ്കടമല്ലേ. പിന്നീട് അങ്ങനെയൊക്കെ അത്രയും പ്രതീക്ഷിച്ച സിനിമയാണ്. അത്രയും പ്രതീക്ഷിച്ചത്. അത്രയും നല്ല ഒരു ടീമിന്റെ കൂടെ അല്ലേ? ഇവരെന്താണ് കാരണം പറഞ്ഞത്? ചിലപ്പോ ഇതൊന്നും ഉണ്ടാവില്ല. അതെ, റിയൽ റീസൺ പറയില്ലല്ലോ. നമ്മൾ ചെയ്തോണ്ടെന്നല്ല, വേണ്ട അത്ര ഉണ്ടാവുള്ളൂ. എടുക്കുമ്പോൾ ചിന്തിക്കുന്നുമില്ല. അത് മെഡിസിൻ വരെ എടുത്തു വരുമ്പം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും മനീഷ്. ഡിപ്രഷൻ അല്ല, ഇത്രയും ബന്ധങ്ങൾ കൊണ്ടുള്ള അനീഷ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരം അത്രയും ബന്ധങ്ങളല്ല. അനീഷ് ഇത്രയും സിനിമാ മേഖലയിൽ ഒരു ബന്ധമുള്ള ആളുടെ അടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അവര് പിന്നീടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. നമ്മളങ്ങനെ അത് മൈൻഡിൽ നിന്ന് പോയില്ല. ഇതെന്താ അങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. മറുപടി കിട്ടിയിട്ടില്ല. ഇന്നുവരെ മറുപടി കിട്ടിയിട്ടില്ല. അവരെ പിന്നെ കാണാറുണ്ടോ?
പിന്നെ കണ്ടിട്ട് അവര് എൻ്റെ ടീമിനെല്ലാവരും കാണാറുണ്ട്. പിന്നെ കണ്ടിട്ടില്ല. നമ്മളെ മറ്റേ ടീമിനെ പിന്നെ കാണാൻ ഞാൻ കണ്ടിട്ടില്ല. അവർ ഇനി വിളിച്ചാൽ സിനിമയ്ക്ക് പോകും, അവരുടെ സിനിമയ്ക്ക്. പിന്നെ ഉറപ്പായിട്ട് പോകും. നമുക്കങ്ങനെ ഈ സിനിമയിൽ ഒരിക്കലും ശത്രുക്കളും ഇല്ല, റിയൽ മിത്രങ്ങളും ഇല്ല, ഒന്നുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. പോവാ, നമ്മൾ നമ്മളായിട്ടിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടമാണ് ആ ചാൻസ്. കഥാപാത്രം ആർക്കായിരുന്നു കൊടുത്തത്? പിന്നെ അത് ആരാന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ പറയാ, ആ സിനിമ കണ്ടോ? ആ സിനിമ ഞാൻ കണ്ടു. പിന്നെ കണ്ടപ്പോൾ എന്ത് തോന്നി? അത് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വെച്ചിരുന്ന കഥാപാത്രമായിരുന്നല്ലോ അത്. ആ കഥാപാത്രം നമ്മൾ വേറെ ആളായി കാണുമ്പോൾ എന്താണ് തോന്നിയത്? നമുക്കൊരു സങ്കടം വരില്ലേ? ഞാൻ അത് ആരായിരുന്നു ചെയ്തത്? ആരാ ചെയ്ത് എനിക്കറിയില്ല. അത് ഞാൻ പറയുന്നില്ല ഏതാ സിനിമ. കഥാപാത്രം ചെയ്ത ആളുടെ പേര് അപ്പൊ ഒത്തിരി സിനിമ ഉണ്ടാവില്ല അതുകൊണ്ടാണ് സിനിമയുടെ പേര് പറയണ്ട, ഡയറക്ടറിന്റെ പേര് പറയില്ല, പ്രൊഡ്യൂസർ. ആ കഥാപാത്രം ചെയ്ത ആളുടെ പേര് പറഞ്ഞാൽ ഒത്തിരി കഥാപാത്രം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ കഥാപാത്രം ചെയ്ത ആരാ? അല്ല, എനിക്ക് അയാളുടെ പേരറിയില്ല. പുതിയ പുതിയ ആളായിരുന്നു. സത്യസന്ധമായിട്ട് എനിക്കറിയില്ല. പുതിയ ആളാണ്. റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണോ? റീൽസ് ഒന്നല്ല, പുള്ളി സിനിമയിലൊക്കെ ഉണ്ട്. പേര് എനിക്കറിയില്ല. നിനക്ക് പേരറിയില്ല എന്നുള്ള വിശ്വസിച്ച് പേരറിയില്ല. നിനക്ക് പേരറിയാവുന്ന നമ്മൾ പൊട്ടനായി പോകും കേട്ടോ. സത്യമായിട്ട് എതിർക്കാൻ എനിക്കറിയില്ല. പുള്ളിന്റെ പേരറിയില്ല. നമ്മൾ ചില മുഖങ്ങൾ കാണില്ലേ? ഇപ്പൊ എന്നെ ഇപ്പൊ എത്രയോ ആൾക്കാർ കാണലുണ്ട്, പക്ഷെ എന്റെ പേരറിയില്ല ആൾക്കാർക്ക്. നിങ്ങൾ മറ്റേ കോമഡിയിലൊക്കെ ഉള്ള, ഞാൻ പറഞ്ഞു കോമഡിയിലല്ല ഞാൻ. പിന്നെ പറയും ആ കരിക്കിലെ, ഞാൻ കരിക്കില് ഞാനല്ല, അത് വേറെ തന്നെ. അങ്ങനെ നമ്മളെ പേരറിയില്ല. അതുകൊണ്ട് ആക്ടറിന്റെ പേരറിയില്ല, സിനിമയുടെ പേരറിയാം. ഏതാ സിനിമ? സിനിമയുടെ പേര് പറയാലോ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദർക്ക് തന്നെ കേട്ടോ. അല്ല, സിനിമയുടെ പേരെന്താ? നമുക്കിത് അറിയണമല്ലോ. ഇത്തരം ചോദ്യം എന്താ? പിന്നെ ടാബ്ലറ്റ് എടുക്കാം. ആവശ്യമില്ലാത്ത വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ. അത് അവൻ്റെ ഒരു വിഷമം പറഞ്ഞ് നിങ്ങൾ അത് ചൂണ്ടി 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 അവിടുത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാതെ ഏതാ സിനിമ എന്നും നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നു. അത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള നിങ്ങൾ മിടുക്കുണ്ടല്ലോ. അല്ല, നല്ല നല്ല മിടുക്കാണ്ടത്. എന്റെ സിനിമ കമന്റ് വരും ആളുകളിലെ. അതിലാ സിനിമ കറക്റ്റ് വരുന്ന ഏതാന്നുള്ള മാത്രം നീ ടിക്ക് ചെയ്ത് കൊടുക്കും. അത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കും. അത് ടിക്ക് ചെയ്യണം. ഇത്തരം അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്നുവരെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ല, ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് അനുഭവം ഉണ്ടായോ? അതെ. എന്താ ഉണ്ടായത്? ബ്ലസ്സൻ ചേട്ടൻ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തതായിരുന്നു. അതിനുശേഷം വേറൊരു ആർട്ടിസ്റ്റിന്റെ പേര് അതിലേക്ക് വന്നു. പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ആ ആർട്ടിസ്റ്റ് മതി എന്നുള്ള കാര്യത്തിലേക്ക് വന്നു. പ്രൊഡ്യൂസർ എന്ത് അതിനുശേഷം അതിനുശേഷം പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് പിന്നെയും ഡയറക്ടർ ബ്ലസ്സൻ ചേട്ടന്റെ നിർബന്ധപ്രകാരം നൈറയെ തന്നെ കാസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഫസ്റ്റ് പൂജ ഒരു പ്രാവശ്യം കഴിഞ്ഞായിരുന്നു ഇതിന്റെ. അതിനുശേഷമാണ് പിന്നെ മാറ്റാന്ന് പറഞ്ഞത്. അപ്പൊ ഈ നിങ്ങളിപ്പോ ഈ സംസാരിക്കുമ്പോ ഈ സാധനം മാത്രമേ എന്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അല്ലല്ല, സത്യമായിട്ട് ഇത് പറയണമെന്ന് ഓർത്തിരുന്നത് ചോദിച്ചത് കൊണ്ടാണ്. ശീലായിക്കൊള്ളുന്നത് ചോദിച്ചുകൊണ്ടാണ് ആ സാധനം സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ ഈ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് ആരാ പറഞ്ഞെന്ന് ബ്ലിസം പറഞ്ഞോ? ഇല്ല, പ്രൊഡക്ഷൻ പറഞ്ഞു. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ ഇപ്പോഴാണ് അറിയാതെ അല്ലേ? പ്രൊഡ്യൂസർ ഇപ്പോഴാണ് അറിയണ സംഭവം. പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പാവം മനുഷ്യനെ തെറ്റിദ്ധരിച്ചു. ആ തെറ്റുകാരനെ മാറിയില്ലേ? സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ തെറ്റുകാരനെ മാറിയില്ലേ? ഒരിക്കലും പ്രോജക്റ്റ് നടക്കുന്ന സമയം പ്രൊഡക്ഷൻ സൈഡിൽ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടോട്ട് പറയും, ഇല്ല ഈ സൈഡ് പ്രോബ്ലം എങ്കിൽ ഇവിടോട്ട് പറയും. അങ്ങനെ മറിച്ച് തിരിച്ചാണ് ചെയ്യുന്നത്. അത് ശരിയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് നിൽക്കുന്നവരുണ്ടല്ലോ അല്ലെ? ഇടയ്ക്ക് നിൽക്കുന്ന അത് എല്ലാ സിനിമയിലും ഉണ്ട് അല്ലെ? എല്ലാ സിനിമയിലും ഉണ്ട്, അത് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ സിനിമയിലും. പക്ഷേ അനീഷേട്ടൻ പറഞ്ഞ പോലെ ബേബി ഇനി അത് ശീലായിക്കോളും. പക്ഷെ എന്നിട്ട് ഫസ്റ്റ് റിജക്ഷൻ ആയിരുന്നു എനിക്കിത്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഹോപ്പ് വെച്ചൊരു സബ്ജക്ട് പെട്ടെന്നൊരു സമയം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ലിറ്ററലി പൂജയ്ക്കൊക്കെ പോയി പങ്കെടുത്തതിന് ശേഷമാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴും എനിക്കൊരു പടം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പടത്തിൽ എൻ്റെ ഇതെല്ലാം ഒട്ടിച്ചു വെച്ചതൊക്കെ എൻ്റെ ക്യാരക്ടർ എല്ലാം പറഞ്ഞതാ. ഞാൻ ചോദിച്ചത് എന്താണ് വിളിക്കാത്തതെന്ന് ചോദിച്ചു. എല്ലാം ഒഴിവാക്കി. അപ്പൊ ഇപ്പൊ ഞാൻ എന്തായി, റിജക്റ്റ് വന്നാലും ഞാൻ സെറ്റാ. അതാണ് ശീലമായിക്കോളൂ. കറക്റ്റ്. പിന്നെ വിഷയം വരില്ല. എല്ലാത്തിനും പോയി പങ്കെടുത്ത് ഷൂട്ട് തുടങ്ങുന്നതിന്റെ എത്ര ദിവസം മുമ്പാണ് പറഞ്ഞത്? 1 week before. ഓ, ഭയങ്കര ചതി പ്രൊഡ്യൂസർ. ഭയങ്കര ചതി. പ്രൊഡ്യൂസർ അല്ല, പ്രൊഡ്യൂസറിന്റെ കൂടെ എന്നവരാ പറഞ്ഞു. പ്രൊഡക്ഷൻ ടീമാണ് പറഞ്ഞത്.
അത് ചോദിക്കണം, ഇന്ന് നമുക്ക് ചോദിക്കണം, സോറി, ഉറപ്പായിട്ടും ചോദിക്കണം. തീർച്ചയായിട്ടും. പക്ഷെ ആ പ്രൊഡ്യൂസറിന്റെ അടുത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടയ്ക്ക് നിൽക്കുന്നവർ എന്തോ കാലുവാരി. പക്ഷെ അത് എന്തിനാന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലേ, എന്തിനാന്നൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു റീച്ച് ആയിരിക്കാം, ഫോളോവേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അതിന്റെ കാരണങ്ങളായിരിക്കണം. റീല് ചെയ്ത് തുടങ്ങുന്നത് ഇവന്റെ കൂടെ കൂടി നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വരും ഒരുമിച്ച് തുടങ്ങിക്കോ. അപ്പൊ ഓക്കെയാണ്. ഞാനില്ല ഇല്ല. പക്ഷെ അതൊക്കെ ഒരു അനുഭവമാണ്. പക്ഷെ എന്നിട്ടും ഈ സിനിമയിൽ അഭിനയിച്ചു, നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റി. പക്ഷെ താങ്കൾ തന്നെ മതിയെന്ന് ലാസ്റ്റ് ഡയറക്ടർ തീരുമാനിക്കുന്നില്ല, താങ്കൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. അനുഭവം പങ്കുവെച്ചല്ലോ, ഏക്കാലം തുറന്നു പറഞ്ഞല്ലോ, അത് സത്യസന്ധമായ. അത് ഇതേ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞല്ലോ, ഒളിച്ചു വെച്ചില്ല. അതിനാണ് ആർജവം എന്ന് പറയുന്നത് കേട്ടോ. എന്തിനും അപ്പോൾ പ്രതികരിക്കണം, പിന്നീട് പ്രതികരിക്കാൻ നിൽക്കില്ല, അത് ചോദിക്കണം, വ്യക്തമാണ്. പെൺകുട്ടികളുടെ പ്രതികരണം ആ സമയത്തുണ്ടായാൽ പിന്നീട് ആ പെൺകുട്ടികൾക്ക് ഒരു ഭയവും വേണ്ട, അതിന് മാറ്റില്ല. അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. അതെപ്പോഴും അങ്ങനെ എന്നെ ശ്രദ്ധിച്ചു പോവാം. അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ക്യാരക്ടർ അങ്ങനെ പോയി, അതാണ് നല്ലത്. അതാണ് 4 വർഷം അദ്ദേഹം സഹിച്ചോണ്ടിരിക്കണം. എല്ലാവരും കഴിക്കാനുള്ള ആള് സഹിക്കൊന്നുമില്ല. ഈ ക്യാരക്ടർ അല്ലേ? അത് പറയുന്നോണ്ടാണ് ആ ഒരു ഇന്റിമസിയും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളത്. അങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. ഏതായാലും പ്രൊഡ്യൂസർ അറിയാതെയാണ് എന്നുള്ള പ്രൊഡ്യൂസർ സമ്മതിച്ചു. അത് ഇപ്പം നമ്മളെല്ലാവരും സമ്മതിച്ചു. ഇതൊക്കെ ഇവൻ പറഞ്ഞൊരു ശീലമായിക്കോളും. ഇനിയും ചിലപ്പോൾ ആവും. എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കയറുമ്പോൾ തിരിച്ചു പോക്കാളം വില പറയുന്ന അവസ്ഥ ഉണ്ടാകാം. സിനിമയാണ്, നമ്മൾ ഒരു കടലാണ്, തിരമാല വരും, അതിനൊപ്പം തന്നെ നമ്മൾ മാത്രം പറയരുത്. ചിലപ്പോൾ സിനിമയിൽ വന്നില്ല എന്ന് വരെ കട്ട് ചെയ്ത് കളയും അല്ലേ? അങ്ങനെ ഏത് സിനിമ ഇല്ല, എനിക്കില്ല, എനിക്ക് അനുഭവം ഇല്ല. അല്ല, പല സീനും ഇപ്പൊ കട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ക്യാരക്ടറിനെ കട്ട് ചെയ്ത് പോകാലോ അതില്. സിനിമ അഭിനയിച്ച് തിയേറ്ററിൽ വന്നതിന് ശേഷം അഭിനയിച്ചു എന്ന് പറയാൻ തന്നെയാണ് കാണിക്കാൻ പറ്റുള്ളൂ സിനിമയ്ക്ക്. ഇനി യാതൊരു മാറ്റവും ഇല്ല. അതങ്ങനെയാണ് സിനിമ. അപ്പോൾ നമുക്ക് കുറച്ച് സിനിമ ടൈം കൂടി കഴിഞ്ഞാൽ ചിലപ്പം ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട. കത്രിയെ വെക്കുന്നവർക്കും ഒരു ഭയമില്ല, പറയുന്നവർക്കും ഭയമില്ല. പൈസ മുടക്കിയവർക്ക് ഇത്രയും എന്തിനാ പിന്നെ എടുത്തതെന്ന് ചോദിച്ചു പോകും അല്ലേ സാർ? ഇത്രയും സമയം എന്തൊരു സുഹൃത്ത് പണിയെന്ന് ചോദിക്കേണ്ടി വരും നമ്മളപ്പോൾ. എന്നാൽ നേരത്തെ ചെയ്താൽ പോരെന്ന് ചോദിക്കും. ഇതാണ് സിനിമ. ആ സിനിമയ്ക്കൊപ്പം നമ്മൾ യാത്ര ചെയ്യുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. കല്യാണ ഡേറ്റ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാണ്? നവംബർ 29. ഇവിടെ പറഞ്ഞോ? നവംബർ 25 അല്ല, നവംബർ 25 മാറ്റി 29 പാർട്ടി. നവംബർ 25-ാം തീയതി ചെന്നൈയിലാണ്. അല്ല, നവംബർ 25-ാം തീയതി എവിടെ വെച്ചാണ് കല്യാണം? നവംബർ 25 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് രാവിലെ 9-നും 10-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ. റിസപ്ഷൻ ചെന്നൈയില് വടപളനി 29-ാം തീയതി, നവംബർ 29-ാം തീയതി വൈകിട്ട് 6 മണി. എല്ലാവരും ക്ഷണിച്ചിരിക്കും. എല്ലാവരും വരണം. എല്ലാവരും നീ എന്നോട് പറഞ്ഞേക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം. എത്ര പേർക്ക്? 500 പേർക്ക് സദ്യ പറഞ്ഞിട്ടുള്ളൂ. 500 പേർക്ക് സദ്യ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ഗുരുവായൂർ 500 പേര് പോലും ഇല്ലാന്ന് തോന്നുന്നല്ലോ. അല്ല, ഗുരുവായൂർ ചെന്നൈയിലൊക്കെ അവരുണ്ട്. ഇനി എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് എനിക്ക് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന്. അല്ല, ഒരു കല്യാണം വിളിക്കാൻ, ഒരു ചാനലിലൂടെ വിളിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം. ഞാൻ പറയണത് ഇവിടെയാ. എന്നെ നമിക്കുക, ഞാനൊരു അവസരം തന്നതിന്. അല്ലേ നിഷ? നീ എന്നെ ആലോചിക്കണ? അല്ല, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഇതിന്റെ ഇടയ്ക്ക് അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗമാകാനുള്ള ശ്രമം നടക്കണം. എന്റെ ഇടയ്ക്ക് അമ്മയില് ധ്യാന പ്രസിഡന്റ് ആക്കുക, അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗം. ധ്യാനം ഞാൻ മെസ്സേജ് ഉണ്ട്. നല്ലൊരു സംഘടനല്ലേ, നിക്കട്ടെ, നിലനിൽക്കട്ടെ. അപ്പൊ ധ്യാൻ പ്രസിഡന്റ് ആകുന്നില്ല എന്ന് പറയണു. ഇതൊക്കെ ആയിക്കോളുന്നേ. ഞങ്ങൾ കുറെ ആൾക്കാർ നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ അതിൽ തന്നെയാണോ? നിർബന്ധിക്കുന്നുണ്ട്, ആവട്ടെ. നല്ലൊരു അപ്പൊ ധ്യാനൊക്കെ സംസാരിക്കാനും ഒരു നേതൃപാഠമുള്ള ഒരാളല്ലേ, പിന്നെ ഒരു തലമുറയുള്ള ആളല്ലേ. അങ്ങനെ എല്ലാവരും വരട്ടെ. അല്ല, അനീഷൊക്കെ പല മീറ്റിങ്ങിനും വരാറില്ലല്ലോ. ഞാൻ അമ്മയിലില്ലല്ലോ. ഇല്ല, അമ്മയിലില്ലാതാണ് എക്സിക്യൂട്ടീവ് മെമ്പർ ആകാൻ പാടെന്ന് പറഞ്ഞത്. അതെങ്ങനെ ആകാൻ പറ്റണം? അതിനി കാർഡ് എടുക്കണം, മെമ്പർഷിപ്പ് എടുക്കണം. ധ്യാൻ വന്നാൽ മെമ്പർഷിപ്പ് എടുക്കും. ധ്യാൻ CM വരെ ആവാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. അതിനിപ്പോ വിജയ് പറയുന്ന പോലെ തന്നെ ധ്യാനം ഇരുന്നങ്ങ് പറയും. അതല്ലേ ആൾക്കാർക്ക് വേണ്ടത് അല്ലേ? അത്രയും കേപ്പബിലിറ്റി ഉള്ള ഞാൻ സിനിമ ചെയ്തിട്ട് എന്താണ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തത്? ആര്? ഞാനോ? മെമ്പർഷിപ്പ് കൊടുത്തിരുന്നു. അത് നല്ല കാശല്ലേ. മെമ്പർഷിപ്പ് കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നു. അപ്പൊ എന്താണ് ഒരു മറുപടി പറഞ്ഞത്? അല്ല, അത് കുറെ മുന്നേ ആയിരുന്നല്ലോ. ഇന്നത്തെ മൊത്തം അഴിച്ചുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ എന്ത് പറഞ്ഞു? പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. സിനിമ ഒരു തൊഴിലായി എടുക്കണം, ഇതൊക്കെയാണല്ലോ അവരുടെ ഇത് മാനദണ്ഡം.
സിനിമ തൊഴിലല്ലേ? 19 സിനിമ കഴിഞ്ഞു. ആ, മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് എന്തായാലും. എടുക്കും, എന്തായാലും എടുക്കണം. ഒരു കുറെ കഴിഞ്ഞൊരു കൈനീട്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ, അത് അത്യാവശ്യം നല്ല പ്രവൃത്തിയാണ് അമ്മ ചെയ്യുന്നത്. അമ്മ ചെയ്യുന്ന പ്രവൃത്തി നല്ലത് നമ്മൾ കാണണം. കൈനീട്ടം കൊടുക്കുന്നു, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, സഞ്ജീവനി പദ്ധതി നടത്തുന്നുണ്ട്, പാവങ്ങൾക്ക് വീട് വെച്ച് എത്രയോ വീടുകൾ വെച്ചു. നല്ല പ്രവൃത്തി അമ്മ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ, ഈഗോ ഉണ്ട് വർക്ക് ചെയ്ത പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എല്ലാ സംഘടനയുടെ ഉള്ളിലും ഉണ്ടല്ലോ, എവിടെയാണ് ഇല്ലാത്തത്? വീട്ടിൽ വരെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇത് കുടുംബമല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കേപ്പബിലിറ്റികൾ കുറെ ആളുകളില്ലേ? ഒക്കെ വരും, തിരിച്ചു വരും. അത് നല്ലൊരു സ്ട്രോങ് സംഘടന തന്നെയാണ്. അതിലൊരു മെമ്പർഷിപ്പ് കൊടുക്കും. ഒരു മെമ്പർഷിപ്പ് കൊടുക്കും ചെയ്യും. മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എടുക്കുന്നില്ലേ? ഞാൻ 2-3 തവണ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞവര്? അപ്പോൾ അത് കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചോ? ഇല്ല, നമുക്ക് പറയില്ല എന്താ, കുറച്ചുകൂടി സമയമുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യലി ഉണ്ടായിരുന്നില്ല. അല്ല അതല്ലല്ലോ, പിന്നീടല്ല പൈസ കൊടുക്കണ്ട. ആദ്യം സാങ്ഷൻ ആക്കും പറഞ്ഞു, അപ്പോഴും പറഞ്ഞു പിന്നീട് തരാം മതി എന്ന് പറഞ്ഞു. അവര് പറയുവാണ് കുറച്ച് അമ്മയില് സ്ഥാനത്തിരിക്കുക പറയാണ് പിന്നീട് മതിയെന്ന്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ, കുറച്ച് ഘട്ടങ്ങളൂടെയും കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഒരു തവണ കൂടിയും CCL കളിക്കാൻ പോയ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കി. അപ്പോൾ CCL സെലക്ട് ആയി. പക്ഷേ അപ്പോഴേക്കും എനിക്കൊരു പടം ചെയ്തുകൊണ്ടിരിക്കണോണ്ട് എനിക്ക് CCL കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും അമ്മേന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പം നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എന്തായാലും എടുക്കണം. ഒരു സംഘടന ഉള്ളത് എപ്പോഴും നല്ലതാണ്. അതെ, എന്തിനും ഒരു സംഘടന ഉള്ളത് നല്ലതാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അനീഷ ഫെഫ്കയില് ഉൾപ്പെടെ അല്ലേ? ഞാൻ ഫെഫ്കയില് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലല്ലോ. ചെന്നൈയിലാണോ ഉള്ളത്? എവിടെയാ മെമ്പർഷിപ്പ് ഒന്നുമില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക്. പൈസ അല്ല 2.5 ലക്ഷം രൂപ ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാൻ ഒറ്റയ്ക്കും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. പ്രൊഡ്യൂസർ സാർ, നമ്മൾ പറഞ്ഞു വെച്ചതിൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സിനിമ ഓഗസ്റ്റിൽ റിലീസാണ്. സിനിമ എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. നല്ലൊരു സബ്ജക്റ്റാണ്. നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്ന മുമ്പ് ധ്രുവന്റെ ഡാൻസിനൊപ്പം പ്രൊഡ്യൂസർ ആ സ്റ്റെപ്പ് എനിക്ക് വെക്കണം, ഉറപ്പായിട്ടും വേണം. എന്നോട് പറഞ്ഞാണ് പ്രൊഡ്യൂസർ. സിനിമയിൽ ബന്ധപ്പെട്ട ആരെയുണ്ടോ? ആ മ്യൂസിക് ഒന്ന് കൊടുക്കും പ്ലീസ്. പ്രൊഡ്യൂസർ പറഞ്ഞാണ് ഡാൻസ് മാസ്റ്റർ വേണം. ആ സ്റ്റെപ്പ് എനിക്ക് അറിയില്ല. അത് പ്രൊഡ്യൂസറിന് ഓർമ്മയുണ്ട് ആ സ്റ്റെപ്പ്. പ്രൊഡ്യൂസർ ഓർമ്മ പറഞ്ഞില്ല. ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആ സ്റ്റെപ്പ് ഒന്ന് വെക്കണം എനിക്ക്. എന്നിട്ട് ഇത് വൈൻഡപ്പ്. ആരാണ് എന്റെ പ്രൊഡക്ഷന്റെ ഡയറക്ടർമാരുടെ ആ ഡാൻസ് ഒന്ന് കാണിച്ചു കൊടുക്കും. അല്ല കാണിച്ചു കൊടുക്കും, നിങ്ങൾ കാണിച്ചു കൊടുക്കും. നമ്മൾ ഇതിൽ വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും കളിക്കണം. ഞാൻ ഒറ്റയ്ക്കൊന്നും കളിക്കില്ല. ഞാൻ പ്രൊഡ്യൂസർ എഴുന്നേറ്റേക്കും. ഈ പാട്ട് റിലീസ് ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അത്ര പോകുന്നത്. പ്രൊഡ്യൂസർ ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയത് ഈ സിനിമയുടെ ഒരു ഭാഗ്യമാണ്. നിനക്ക് ഭാഗ്യമാണ്, ഇവർക്ക് എല്ലാവർക്കും ഭാഗ്യമാണ്. ഒന്നിനും മടിയില്ലാതെ അദ്ദേഹം ഇതിന്റെ വൈൻഡപ്പിൽ ഒരു ഡാൻസും ചെയ്ത് ആളുകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, ഓഗസ്റ്റിലാണ് സിനിമ. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് സിനിമ റിലീസ്. എല്ലാവരും പോയി കാണുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ. ഈ സിനിമയുടെ കൂടെ എൻ്റെ ടീമും ഞാനും യാത്ര ഉണ്ടാവും. താങ്ക് യു.